റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കർണാടകയുടെ നിശ്ചല ദൃശ്യത്തിനും അനുമതിയില്ല. കർണാടക നൽകിയ എല്ലാ മാതൃകകളും കേന്ദ്ര സർക്കാർ തള്ളി. അതിന്റെ വിശദാംശങ്ങൾ രാധാകൃഷ്ണൻ നൽകുകയായിരുന്നു. നേരത്തെ നേരത്തെ പറഞ്ഞു വന്നത് ഈ രാഷ്ട്രീയം വെച്ച് ആണ് ഈ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കർണാടകത്തിലെ അനുഭവം എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? കർണാടക മുഖ്യമന്ത്രി ആരോപിക്കുന്നത് അങ്ങനെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒപ്പം മോദി സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് കർണാടകയെ അപമാനിക്കാനായിട്ട് ഉണ്ടായ നീക്കം ആണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം കർണാടകയിലെ BJP സർക്കാർ നിലംപൊത്തിയിരുന്നു. അതിന് തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളാണ് വിജയിച്ചത്. ഈ സാഹചര്യത്തിലാണ് കർണാടക നൽകിയ ഈ ടാബ്ലോ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനായിട്ടുള്ള അനുവാദം ലഭിക്കാതെ പോയതിന് കാരണം എന്ന് അദ്ദേഹം പറയുന്നു. പ്രതിരോധ മന്ത്രാലയ സമിതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെങ്കിലും ആ സമിതിയുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഭംഗ്യതരേണ സൂചിപ്പിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി. നേരത്തെ പഞ്ചാബ്, ഒപ്പം ഡൽഹി, പിന്നീട് ബംഗാള്, കേരളം, ഒപ്പം ഇപ്പോൾ കർണാടകയും ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾ ഒന്നൊന്നായി നിരസിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഗോപി പറഞ്ഞതുപോലെ ഇത് ചില രാഷ്ട്രീയ ആക്ഷേപങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഫ്രഞ്ച് പ്രസിഡന്റാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങിന്റെ മുഖ്യാതിഥിയായിട്ട് എത്താനായിട്ട് പോകുന്നത്. അങ്ങനെ വലിയ രീതിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ വിധത്തിൽ ചില സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന വിമർശനങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയാകുന്നത്. ഇതിന് പറയുന്നത് സർക്കാർ നൽകുന്ന മറുപടി അത് പ്രതിരോധ സമിതിയാണ് ഇക്കാര്യം തീരുമാനിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ആക്ഷേപത്തിന് വകയില്ല. കാരണം ഈ ഫ്ലോട്ടുകളെല്ലാം ഭാരത് പർവ് വേദിയിൽ പ്രദർശിപ്പിക്കും എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന മറുപടി. ഗോപി. ശരി. രാധാകൃഷ്ണൻ, ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.